ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വ്ളോഗായിട്ടാണ്. ഇന്ന് ഇൻട്രോ വീഡിയോ ഒന്നും കൊടുക്കുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. ബാറ്റർ വാങ്ങിച്ചതാണ്, നല്ലൊരു ബാറ്ററാണ് കേട്ടോ. ഈ ഇഡ്ഡലിയുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും. അപ്പോൾ ഇഡ്ഡലി മാവിന് വേണ്ടിയിട്ട് പാക്കറ്റ് പൊട്ടിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസമുണ്ട്. ഇന്ന് ചെക്കപ്പ് ഉണ്ട് ഡോക്ടറിൻ്റെ അടുത്ത്. അപ്പോൾ അതിന് വേണ്ടി പോകാനുണ്ട്. അപ്പോൾ ലഞ്ച് ആക്കി വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ലഞ്ചും കൂടെ ഉണ്ടാക്കാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. ഇത് ഞാൻ തലേ ദിവസം ചക്കക്കുരുവും മുരിങ്ങക്കായ മാങ്ങയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചതാണ്. ഇനി ഒരു കുക്കറിലേക്ക് ചക്കക്കുരു നല്ലപോലെ കഴുകി ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇഡ്ഡലിയും അവിടെ സ്റ്റീം ആവുന്നുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് മുരിങ്ങക്കായ തൊലി കളഞ്ഞിട്ട് നടുക്ക് കീറിയെടുത്തതാണ്. ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ചക്കക്കുരു വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് മുരിങ്ങക്കായ, മാങ്ങ, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഒരു പച്ചമുളക് അരിഞ്ഞതും പിന്നെ ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒരു വിസിലിനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചക്കക്കുരു ഒരു 3 വിസിലിനാണ് വേവിച്ചെടുത്തത്. മുരിങ്ങക്കായ തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ഉള്ളി, പിന്നെ ഒരു പച്ചമുളകും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചീഞ്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള അരപ്പുണ്ടല്ലോ, തേങ്ങയും ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയും ആ അരപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഒരു സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തൈര് ഇടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ ഒരു അരപ്പിന് അവിയലിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം വേവിച്ചെടുത്തിട്ടുള്ള മുരിങ്ങക്കായും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ചോറിന് ഈ മുരിങ്ങക്കായുടെ ഈ ഒരു തോരൻ മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട്. ആരെങ്കിലും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇനി കറിക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, ചെറുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം ചക്കക്കുരുവൊക്കെ വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ മുരിങ്ങക്കായും ചെമ്മീനൊക്കെ ഇട്ടല്ലോ. അപ്പോൾ അതിട്ടിട്ട് ഒരു വിസിലിന് മാത്രം വേവിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ അരപ്പിട്ടതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ പിരിഞ്ഞ പോലെ ആയിപ്പോവും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ ഉണ്ടാക്കിയത്. ഇതിന് മുൻപ് ഞാൻ മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അങ്ങനെ ചൂടായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഈ കറി ഒന്ന് താളിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരിയതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറുള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അന്ന് ഏകദേശം നല്ലപോലെ ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് ഉണക്കമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി താളിക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കറിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങളിതാ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോസൊന്നും എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. എന്നാൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡോക്ടറിനെയൊക്കെ കണ്ടു വീട്ടിൽ വന്ന് ഫ്രഷ് ആയതിനു ശേഷം ലഞ്ച് കഴിക്കാനിടാ. അപ്പോൾ അതാ മുരിങ്ങക്കായ, ചെമ്മീൻ, മാങ്ങ, ചക്കക്കുരു, പിന്നെ മുരിങ്ങക്കായ തോരൻ, മാങ്ങ അച്ചാറും, ചിക്കൻ ഫ്രൈ, പപ്പടം. ലഞ്ചൊക്കെ കഴിച്ചു, കുറച്ച് റെസ്റ്റ് ചെയ്തു. ഈവനിങ് നമ്മുടെ ഫ്ലാറ്റിൽ തന്നെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പോയിട്ടുണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ലില്ലി, ഹാപ്പി ബർത്ത്ഡേ to
ഇത് വേറൊരു ദിവസം എടുത്ത വീഡിയോ ഉണ്ടോ. സയാന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിൽ വന്നപ്പോൾ സയാൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഓടി കളിക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ നമ്മൾ സൺഡേ ഈവനിങ് ഫോറം മാളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉമ്മ, അനിയത്തി, അനിയൻ, പിന്നെ ഉമ്മയുടെ അനിയത്തി, ഹസ്ബൻഡ്, പിന്നെ ഉമ്മയുടെ ബ്രദറും വൈഫും മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇവിടെ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് കഴിഞ്ഞ് അവരൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ കയറിയതാണ്. സമ്മർ ക്യാമ്പാണ്. സയാന് സമ്മർ ക്യാമ്പിന് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 7-ാം തീയതി മുതൽ മൺഡേ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ നമ്മൾ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ സയാനെ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ സമ്മർ ക്യാമ്പ് രാവിലെ 9:30 മുതൽ 1 o'clock വരെയാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കും നമ്മളിതുപോലെ ഇനി വിളിക്കാൻ പോകണം. ഇത് മാം അയച്ചെന്ന ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും പുതിയ പുതിയ റെസിപ്പീസോ വ്ളോഗ്സോ ഒക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.